തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ്. പുരാതന കാലത്ത് മുസിരിസ്, മഹോദയപുരം എന്നീ പേരുകളിൽ ലോകപ്രശസ്തമായിരുന്ന ഈ പ്രദേശം ഒരു വലിയ വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു. ഈ പള്ളിയുടെ ഉത്ഭവത്തെക്കുറിച്ച് മനോഹരമായൊരു ഐതിഹ്യമുണ്ട്. എന്നാൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുൻപ് ചേര സാമ്രാജ്യത്തിലെ അവസാനത്തെ ചേര രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ചന്ദ്രൻ പിളരുന്നത് സ്വപ്നത്തിൽ കാണുകയുണ്ടായി. പിന്നീട് കൊട്ടാരത്തിലെത്തിയ അറബി വ്യാപാരികളിൽ നിന്ന് ഇത് മുഹമ്മദ് നബിയുടെ അത്ഭുത പ്രവൃത്തിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ ആകൃഷ്ടനായ രാജാവ് മക്കയിലേക്കു യാത്ര തിരിക്കുകയും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. രാജാവിന്റെ കത്തുമായി കൊടുങ്ങല്ലൂരിലെത്തിയ മാലിക് ഇബ്നു ദീനാറും സംഘവും AD 629 ഈ പള്ളി നിർമ്മിച്ചു. മടക്കയാത്രയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് രോഗബാധിതനായ രാജാവ് മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂരിലെ പ്രാദേശിക ഭരണാധികാരികൾ സഹായം നൽകുകയും ചെയ്തു. പള്ളിക്കുള്ളിൽ മാലിക് ഇബ്നു ദീനാറിന്റെ പിൻഗാമിയും അനന്തരവനുമായ മാലിക് ഇബ്നു ഹബീബിന്റെയും ഭാര്യ കമരിയ ബീവിയുടെയും ഖബറുകളും പുരാതന മിമ്പറും തൂക്കുവിളക്കും ഇന്നും കാണാം. നിലവിളക്ക് കൊളുത്തുന്ന ഭാരതത്തിലെ ഏക പള്ളിയും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവുമാണ് ചേരമാൻ ജുമാ മസ്ജിദ്. മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുന്ന ഈ പള്ളിയിൽ ഇപ്പോൾ പുതിയൊരു മ്യൂസിയം കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ആരാരും ഹൽക്ക് എത്തിടാത്ത ദിക്കില്